ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ മഞ്ഞുപുതച്ച മലനിരകൾക്കിടയിൽ ലിഡർ നദിയൊഴുകുന്ന പഹൽഗാം 2025 ഏപ്രിൽ 22 ഉച്ചവെയിലിന്റെ തിളക്കത്തിൽ ആ താഴ്വര ഒരു നിശ്ചല ചിത്രം പോലെ സുന്ദരമായിരുന്നു. സമയം ഉച്ചയ്ക്ക് കൃത്യം 2 മണി. സഞ്ചാരികളുടെ ചിരിയും കൊച്ചുകുട്ടികളുടെ കളികളും ക്യാമറക്കണ്ണുകളുടെ ക്ലിക്ക് ശബ്ദങ്ങളും കൊണ്ട് ആ അന്തരീക്ഷം മുഖരിതമായിരുന്നു. എന്നാൽ ആ ശാന്തതയ്ക്ക് പിന്നിൽ മരണത്തിന്റെ നിഴലുകൾ പതുങ്ങിയിരിപ്പുണ്ടായിരുന്നുവെന്ന് ആരും അറിഞ്ഞില്ല. ലിഡർ താഴ്വരയുടെ വന്യമായ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് തൊട്ടടുത്ത വനമേഖലയിൽ നിന്ന് ആദ്യത്തെ വെടിയുണ്ട പാഞ്ഞുവന്നു. നിമിഷങ്ങൾക്കുള്ളിൽ പഹൽഗാം ഒരു യുദ്ധഭൂമിയായി മാറി. സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മണ്ണ് നരകമായി മാറാൻ നിമിഷങ്ങൾ പോലും വേണ്ടിവന്നില്ല. കരിമ്പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് ആയുധധാരികളായ 6 ഭീകരർ ഒരു സൈനിക വ്യൂഹത്തെപ്പോലെ റോഡിലേക്ക് ഇരച്ചുകയറി. വിനോദസഞ്ചാരികൾ ലക്ഷ്യം വെച്ച് അവർ അത്യാധുനികമായ AK-47 തൂക്കുകളിൽ നിന്ന് തുരതുര വെടിയുതിർത്തു. സ്ഫോടനങ്ങളുടെ ആഘാതത്തിൽ വാഹനങ്ങളുടെ ചില്ലുകൾ ചിന്നിച്ചിതറി. ജീവനുവേണ്ടി കേണപേക്ഷിച്ച നിരായുധരായ മനുഷ്യരെ ഭീകരർ ദയവില്ലാതെ വേട്ടയാടി. മഞ്ഞിൽ പുതച്ചുനിന്ന പഹൽഗാമിലെ വെള്ളമണ്ണ് മിനിറ്റുകൾക്കുള്ളിൽ മനുഷ്യരക്തത്താൽ കടും ചുവപ്പായി മാറി. ആർക്കും ഒന്നും മനസ്സിലാകുന്നതിനു മുൻപേ ലിഡർ നദിയുടെ കുളിർമയിലേക്ക് മരണത്തിന്റെ ചൂടുള്ള കാറ്റ് വീശിയടിച്ചു. കൊല്ലപ്പെട്ട 26 പേരിൽ ഓരോരുത്തർക്കും ഓരോ കഥ പറയാനുണ്ടായിരുന്നു. അതിലൊരാൾ കേരളത്തിൽ നിന്നുള്ള രാമചന്ദ്രൻ എന്ന വയോധികനായിരുന്നു. തന്റെ ജീവിതകാലം മുഴുവൻ സ്വരുകൂട്ടിയ സമ്പാദ്യവുമായി റിട്ടയർമെന്റ് കാലത്ത് കശ്മീരിന്റെ ഭംഗി കാണാനെത്തിയ ആ മലയാളിക്ക് നേരെ ഭീകരതയുടെ കറുത്ത കരങ്ങൾ നീണ്ടു. അദ്ദേഹത്തോടൊപ്പം ഗുജറാത്തിൽ നിന്നുള്ള തീർത്ഥാടകരും ആഴ്ചകൾക്ക് മുൻപ് വിവാഹിതരായ യുവദമ്പതികളും ആ വെടിയുണ്ടകൾക്കിരയായി. മായ്ക്കപ്പെട്ട സിന്ദൂരങ്ങളും അനാഥമാക്കപ്പെട്ട കുഞ്ഞുങ്ങളും പാതിവഴിയിൽ നിലച്ച സ്വപ്നങ്ങളും ആ താഴ്വരയിൽ ചിതറിക്കിടന്നു. ഭാരതത്തിന്റെ ഹൃദയത്തിന് ഒരിക്കലും ഉണങ്ങാത്തൊരു വലിയ മുറിവായി പഹൽഗാം മാറി. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ TV സ്ക്രീനുകളിൽ തെളിഞ്ഞപ്പോൾ രാജ്യം സ്തംഭിച്ചുപോയി. കേരളം മുതൽ കശ്മീർ വരെ പ്രതിഷേധത്തിന്റെ അഗ്നി പടർന്നു. ഇത് കേവലം ഒരു ഭീകരാക്രമണമല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ ആത്മാഭിമാനത്തിന് നേരെ നടന്ന കടന്നാക്രമണമാണെന്ന് ഭാരതം തിരിച്ചറിഞ്ഞു. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ വിലാപം ഓരോ പൗരന്റെയും ഉള്ളിൽ പ്രതികാരത്തിന്റെ കനൽ എരിച്ചു. സോഷ്യൽ മീഡിയയിൽ ഇനി വേണ്ടത് ചർച്ചകളല്ല, പ്രതികാരമാണ് എന്ന മുദ്രാവാക്യം അലയടിച്ചു. ഭാരതത്തിന്റെ ആത്മാവിനേറ്റ ഈ ക്ഷതത്തിന് നീതി നൽകാൻ രാജ്യം ഒറ്റക്കെട്ടായി നിലകൊണ്ടു. ആക്രമണത്തിന് ശേഷം ഭീകരർ വനമേഖലയിലേക്ക് മറഞ്ഞു. പക്ഷേ അവർ അവശേഷിപ്പിച്ചു പോയത് മായ്ക്കപ്പെട്ട സിന്ദൂരങ്ങളുടെയും അനാഥമാക്കപ്പെട്ട കുടുംബങ്ങളുടെയും വലിയൊരു ദുഃഖമായിരുന്നു. ഈ ദുഃഖമാണ് പിന്നീട് പ്രതികാരത്തിന്റെ കനലായി മാറിയത്. ഭാരതത്തിന്റെ ഹൃദയത്തിനേറ്റ ഈ മുറിവുണങ്ങണമെങ്കിൽ ശക്തമായ തിരിച്ചടി അനിവാര്യമാണെന്ന് ഗവൺമെന്റ് ഉറപ്പിച്ചു. പഹൽഗാം ആ രാത്രി ഉറങ്ങിയത് കണ്ണീരോടെയായിരുന്നു. ആക്രമണത്തിന് പിന്നാലെ നടന്ന അന്വേഷണത്തിൽ TRF എന്ന സംഘടനയുടെ പങ്ക് വെളിവായി. ലഷ്കർ-ഇ തോയ്ബയുടെ ഒരു ഉപവിഭാഗമായി പ്രവർത്തിക്കുന്ന ഈ സംഘടന പാകിസ്ഥാനിലെ മുരീഡ് ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്. TRF അവരുടെ ടെലഗ്രാം ചാനലുകൾ വഴി ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. കശ്മീരിലെ വിനോദസഞ്ചാരത്തെ തകർക്കാനും വർഗീയ ലഹളയുണ്ടാക്കാനുമാണ് തങ്ങളിത് ചെയ്തത് എന്നവർ പ്രഖ്യാപിച്ചു. ഭീകരതയുടെ പുതിയൊരു മുഖമാണ് TRFിലൂടെ ഇന്ത്യ കണ്ടത്. അന്വേഷണം പുരോഗമിച്ചപ്പോൾ ഇതിൽ ISIയുടെ പങ്ക് വ്യക്തമായി. കശ്മീരിനെ തങ്ങളുടെ ആഗോള പ്രവിശ്യയുടെ ഭാഗമാക്കാൻ ലക്ഷ്യമിടുന്ന ISI TRFിലെ ഭീകരർക്ക് ആശയപരമായും സാങ്കേതികമായും പിന്തുണ നൽകി. ആധുനികമായ ആശയവിനിമയ ഉപകരണങ്ങളും എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശങ്ങളും ഉപയോഗിച്ചാണ് അവർ ഈ ആക്രമണം പ്ലാൻ ചെയ്തത്. പാകിസ്ഥാൻ ISI ഈ സംഘടനകൾക്കിടയിൽ ഒരു പാലമായി പ്രവർത്തിച്ചുവെന്നും ഇന്ത്യ കണ്ടെത്തി. ആഗോള ഭീകരവാദത്തിന്റെ കരങ്ങൾ കശ്മീരിൽ പടരുന്നതിന്റെ തെളിവായിരുന്നു ഇത്. ഈ ഭീകരസംഘം ഉപയോഗിച്ച ആയുധങ്ങൾ അതിർത്തിക്കപ്പുറത്തു നിന്നും ഡ്രോണുകൾ വഴിയാണ് എത്തിയത്. അത്യാധുനികമായ AK-47 തോക്കുകളും ചൈനീസ് നിർമ്മിത ഗ്രനേഡുകളും അവർ കൈവശം വെച്ചിരുന്നു. പ്രാദേശികമായി അവർക്ക് സഹായം നൽകിയ ചില കണ്ണികളെയും NIA തിരിച്ചറിഞ്ഞു.
ഭാരതത്തിന്റെ സൈനിക നീക്കങ്ങളെ നിരീക്ഷിക്കാനും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാനും അവർക്ക് പ്രത്യേക പരിശീലനം ലഭിച്ചിരുന്നു. ഇത് കേവലമൊരു പ്രാദേശിക ഗ്രൂപ്പിന്റെ നീക്കമല്ലെന്ന് ഇന്ത്യ ലോകത്തെ ബോധ്യപ്പെടുത്തി. ആഗോള ഭീകരവാദത്തിന്റെ ഒരു പുതിയ താവളമായി കശ്മീരിനെ ശത്രുക്കൾ ശ്രമിക്കുന്നു എന്നതായിരുന്നു ഇതിന്റെ പൊരുൾ. ഇതിനാൽ തന്നെ ഇന്ത്യയുടെ പ്രത്യാക്രമണം കേവലം ഒരു പതിർത്തിരക്ഷാപ്രവർത്തനമായിരുന്നില്ല, മറിച്ച് ആഗോള ഭീകരവിരുദ്ധ പോരാട്ടമായിരുന്നു. ഭീകരർക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ എങ്ങനെയാണ് പാകിസ്ഥാനിൽ നിന്നും എത്തുന്നത് എന്ന് ഇന്ത്യ തെളിവുകൾ സഹിതം പുറത്തുവിട്ടു. പഹൽഗാം ആക്രമണത്തിന്റെ സൂത്രധാരി പാകിസ്ഥാൻ സൈന്യത്തിന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിൽ നിന്നും പരിശീലനം ലഭിച്ച വ്യക്തിയായിരുന്നു. ശത്രുവിന്റെ ഈ ഉന്നതതല ബന്ധം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കൃത്യമായി കണ്ടെത്തി. ഇതോടെ ശത്രുവിനെ അവരുടെ താവളങ്ങളിൽ തന്നെ പോയി നശിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് ഇന്ത്യ എത്തി. ഭീകര സംഘടനയുടെ വേരറുക്കാതെ സമാധാനം പുനഃസ്ഥാപിക്കാനാവില്ലെന്ന് രാജ്യം ഉറപ്പിച്ചു. ആക്രമണം നടന്നതിന്റെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ ന്യൂഡൽഹിയിലെ സൗത്ത് ബ്ലോക്ക് നിശബ്ദമായിരുന്നു. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി (CCS) യോഗം അതീവ ഗൗരവമേറിയതായിരുന്നു. സൈനിക തലവന്മാരും രഹസ്യാന്വേഷണ മേധാവികളും തങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ കൈമാറി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്തത്ര ശക്തമായൊരു സൈനിക നടപടിക്ക് ഗവൺമെന്റ് പച്ചക്കൊടി കാട്ടി. ഓപ്പറേഷൻ സിന്ദൂർ എന്ന ദൗത്യം അവിടെയാണ് ജനിച്ചത്. ഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷം തികച്ചും വ്യത്യസ്തമായിരുന്നു. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള രാഷ്ട്രീയ പോരുകൾ താൽക്കാലികമായി നിലച്ചു. പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ നേതാക്കൾ ഒരേ സ്വരത്തിൽ പ്രഖ്യാപിച്ചു: രാജ്യത്തിന്റെ അഭിമാനത്തിനായി ഞങ്ങൾ സർക്കാരിനൊപ്പമാണ്. കോൺഗ്രസ്, ഇടതുപക്ഷ കക്ഷികൾ, തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികൾ സൈന്യത്തിന് പൂർണ്ണ പിന്തുണ നൽകി. ഭാരതം ഒരൊറ്റക്കെട്ടാണെന്ന സന്ദേശം ഈ രാഷ്ട്രീയ ഐക്യത്തിലൂടെ ലോകത്തിന് ലഭിച്ചു. ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിൽ വലിയൊരു മാറ്റത്തിന് ഈ ചർച്ചകൾ വഴിതെളിച്ചു. മുൻപ് നടന്ന മിന്നലാക്രമണങ്ങളെക്കാൾ വലിയൊരു പ്രഹരം നൽകാൻ ഇന്ത്യ തീരുമാനിച്ചു. നയതന്ത്രതലത്തിൽ ലോകരാജ്യങ്ങളെ വിവരമറിയിക്കുന്നതിനോടൊപ്പം തന്നെ സൈന്യത്തിന് ആക്രമണത്തിനുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. ശത്രുവിന്റെ നട്ടെല്ലൊടിക്കുന്ന ഒരു മൾട്ടി ഡൈമെൻഷണൽ സ്ട്രൈക്കാണ് സൈന്യം വിഭാവനം ചെയ്തത്. ഓരോ നീക്കവും അതീവ രഹസ്യമായി സൂക്ഷിച്ചു. പൊതുജനങ്ങളുടെ വികാരം ഭരണകൂടത്തിന് വലിയ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഇനി ചർച്ചകളല്ല, പ്രതികാരമാണ് വേണ്ടത് എന്ന ജനരോഷം സർക്കാരിനെ കടുത്ത തീരുമാനങ്ങളെടുക്കാൻ പ്രേരിപ്പിച്ചു. കൊല്ലപ്പെട്ട പൗരന്മാരുടെ രക്തത്തിന് വിലയുണ്ടെന്ന് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തു പറഞ്ഞു. ഡൽഹിയിലെ അധികാര ഇടനാഴികളിൽ പുതിയൊരു ഇന്ത്യയുടെ ഉദയം കാണാമായിരുന്നു. ശത്രുവിന്റെ വെല്ലുവിളികൾക്ക് തക്കതായ മറുപടി നൽകാൻ സൈന്യം തീയതി നിശ്ചയിച്ചു. നയതന്ത്ര യുദ്ധത്തിലും ഇന്ത്യ വിജയിച്ചു. പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദത്തിന്റെ തെളിവുകൾ വിദേശകാര്യ മന്ത്രാലയം ഓരോ രാജ്യത്തിനും കൈമാറി. ഇതോടെ ഇന്ത്യ നടത്തുന്ന ഏത് നടപടിയും സ്വയം പ്രതിരോധത്തിനുള്ള അവകാശമായി ലോകരാജ്യങ്ങൾ അംഗീകരിച്ചു. ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ ഈ നീക്കത്തെ പരസ്യമായി എതിർക്കാൻ ഭയന്നു. ഡൽഹിയിലെ ആ ചർച്ചകൾ ഭാരതത്തിന്റെ ഭാവിയെയും സുരക്ഷയെയും എന്നേക്കുമായി മാറ്റിമറിച്ചു. മെയ് 7-ാം തീയതി പുലർച്ചെ 1 മണി ഭാരതത്തിന്റെ വ്യോമതാവളങ്ങളിൽ നിന്നും റാഫേൽ സുഖോയ് 30 വിമാനങ്ങൾ ആകാശത്തേക്ക് കുതിച്ചുയർന്നു. അതീവ രഹസ്യമായി നടത്തിയ ഈ നീക്കം ശത്രുവിന്റെ റഡാറുകളെ കണ്ണുപൊട്ടിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന ദൗത്യം ഔദ്യോഗികമായി ആരംഭിച്ചു. വിമാനങ്ങൾ പാക് വ്യോമാതിർത്തി കടന്ന് ഭീകരരുടെ താവളങ്ങൾക്ക് നേരെ മിസൈലുകൾ തൊടുത്തു. സ്ഫോടനങ്ങളുടെ ശബ്ദത്തിൽ ആ രാത്രി പ്രകമ്പനം കൊണ്ടു. ഒരേ സമയം 9 പ്രധാന കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ പ്രഹരിച്ചത്. ബഹവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനവും മുരിഡ്കയിലെ ലഷ്കർ കേന്ദ്രങ്ങളും നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു തരിപ്പണമായി. ശത്രുവിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ വെണ്ണീരായി. ഏകദേശം 150-ലധികം ഭീകരർ ഈ ആക്രമണത്തിൽ വധിക്കപ്പെട്ടു. പഹൽഗാം ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഭീകരർ അവരുടെ ഒളിത്താവളങ്ങളിൽ വെച്ചു തന്നെ മരണം വിധിക്കപ്പെട്ടു. ഇന്ത്യൻ സൈന്യത്തിന്റെ കൃത്യത ലോകത്തെ അമ്പരപ്പിച്ചു. ആക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ തിരിച്ചടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇന്ത്യയുടെ ആകാശ് തീർ വ്യോമ പ്രതിരോധ സംവിധാനം അവരുടെ എല്ലാ നീക്കങ്ങളെയും ആകാശത്തു വെച്ചു തന്നെ തകർത്തു. ശത്രു അയച്ച ഒരു മിസൈൽ പോലും ഇന്ത്യൻ മണ്ണിൽ വീണില്ല. വ്യോമയുദ്ധത്തിൽ ഇന്ത്യ പൂർണ്ണമായ ആധിപത്യം സ്ഥാപിച്ചു. പാക് പൈലറ്റുമാർ ഭയന്നോടുന്ന ദൃശ്യങ്ങൾ ഇന്ത്യൻ റഡാറുകൾ പകർത്തി. ഭാരതത്തിന്റെ പരമാധികാരം എത്രത്തോളം ശക്തമാണെന്ന് ലോകം കണ്ടു. ഈ ആക്രമണത്തിൽ ഇന്ത്യ ഉപയോഗിച്ച മിസൈലുകളും സാങ്കേതികവിദ്യയും ലോകോത്തരമായിരുന്നു. ഭീകരരുടെ താവളങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ നീക്കം സിവിലിയന്മാരുടെ ജീവൻ അപായപ്പെടുത്തിയില്ല. ഇത് ഇന്ത്യയുടെ ധാർമ്മികമായ വിജയമായി മാറി.
ഓരോ ഇന്ത്യൻ സൈനികനും ഒരു പോറലുമേൽക്കാതെ സുരക്ഷിതമായി തിരിച്ചെത്തി. നീതി നടപ്പിലാക്കി എന്ന സന്ദേശം സൈനിക മേധാവി പ്രധാനമന്ത്രിക്ക് കൈമാറി. പഹൽഗാമിലെ ആ 26 ജീവനുകൾക്ക് ഭാരതം നൽകിയ ഏറ്റവും വലിയ ആദരവായിരുന്നു ഇത്. ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദത്തിന്റെ നട്ടെല്ലൊടിച്ചു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഭയത്തിന്റെ നിഴലിലായി. ഇന്ത്യ കേവലം പ്രതിരോധം മാത്രമല്ല, ആവശ്യമെങ്കിൽ അതിർത്തി കടന്ന് ആക്രമിക്കാനും ശേഷിയുള്ള രാജ്യമാണെന്ന് ലോകത്തിന് ബോധ്യമായി. ഈ വിജയം ഓരോ ഭാരതീയന്റെയും ആത്മാഭിമാനം വർദ്ധിപ്പിച്ചു. ശത്രുവിന്റെ താവളങ്ങൾ നശിപ്പിച്ചതിലൂടെ വരാനിരുന്ന പല വലിയ ആക്രമണങ്ങളും ഇന്ത്യ തടഞ്ഞു. പ്രതികാരം പൂർത്തിയായി എന്ന പ്രഖ്യാപനത്തോടെയാണ് ആ രാത്രി അവസാനിച്ചത്. ഓപ്പറേഷൻ സിന്ദൂരിനു ശേഷം അതിർത്തിയിൽ സ്ഥിതിഗതികൾ യുദ്ധസമാനമായി. പാകിസ്ഥാൻ തങ്ങളുടെ സൈനിക വിന്യാസം അതിർത്തിയിൽ വർദ്ധിപ്പിച്ചു. പൂഞ്ച്, രജോരി മേഖലകളിൽ അവർ കടുത്ത ഷെല്ലാക്രമണം നടത്തി. എന്നാൽ ഇന്ത്യൻ കരസേനയുടെ ശക്തമായ തിരിച്ചടിയിൽ ശത്രുവിന്റെ പല ബങ്കറുകളും തകർന്നു. ഇന്ത്യയുടെ നയം വ്യക്തമായിരുന്നു: സമാധാനം ആഗ്രഹിക്കുന്നു, പക്ഷേ ആക്രമിക്കപ്പെട്ടാൽ വിട്ടുവീഴ്ചയില്ല. ഈ ഘട്ടത്തിൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള യുദ്ധത്തിനാണ് ഇന്ത്യ മുൻഗണന നൽകിയത്. ശത്രുവിന്റെ കമ്മ്യൂണിക്കേഷൻ ടവറുകളും സിഗ്നൽ സംവിധാനങ്ങളും ഇലക്ട്രോണിക് വാർഫെയർ വഴി ഇന്ത്യ നിശ്ചലമാക്കി. ഡ്രോണുകൾ ഉപയോഗിച്ച് അതിർത്തിക്കപ്പുറത്തെ ഓരോ ചലനവും ഇന്ത്യ നിരീക്ഷിച്ചു. പാകിസ്ഥാൻ സൈന്യം തിരിച്ചടിക്കാനായി തയ്യാറാക്കിയ മിസൈൽ ലോഞ്ചറുകൾ ഇന്ത്യൻ പ്രിസിഷൻ സ്ട്രൈക്കിൽ തകർക്കപ്പെട്ടു. ശത്രുവിന് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഇന്ത്യയുടെ കരുത്ത്. ഇന്ത്യ ഒരു നെറേറ്റീവ് വാർഡും ഈ സമയത്ത് നയിച്ചു. അന്താരാഷ്ട്ര മാധ്യമങ്ങളെ വിളിച്ച് ആക്രമണത്തിന്റെ കൃത്യമായ തെളിവുകൾ ഇന്ത്യ പുറത്തുവച്ചു. ഭീകരതാവളങ്ങൾ തകരുന്ന വീഡിയോകളും ഉപഗ്രഹ ചിത്രങ്ങളും ലോകത്തിനു മുന്നിൽ വെച്ചു. പാകിസ്ഥാൻ പടച്ചുവിട്ട വ്യാജവാർത്തകളെ ഇന്ത്യ നിമിഷങ്ങൾക്കുള്ളിൽ തകർത്തു. സത്യം ലോകത്തെ അറിയിക്കുന്നതിലൂടെ ഇന്ത്യ ആഗോള പിന്തുണ നേടിയെടുത്തു. സാമ്പത്തികമായ നീക്കങ്ങളും ഇന്ത്യ നടത്തി. സിന്ധു നദീജല കരാറിൽ ഇന്ത്യ വരുത്തിയ മാറ്റങ്ങൾ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചു. വെള്ളത്തിനായുള്ള അവരുടെ മുറവിളി ലോകം കണ്ടു. ഭീകരതയെ സമർത്ഥിക്കുന്ന ഒരു രാജ്യത്തിന് വെള്ളം നൽകേണ്ടതില്ലെന്ന ഇന്ത്യയുടെ നിലപാട് വലിയ ചർച്ചയായി മാറി. ഇത് യുദ്ധത്തേക്കാൾ വലിയൊരു പ്രഹരമായിരുന്നു ശത്രുവിന് നൽകിയത്. ഇന്ത്യൻ നയതന്ത്രജ്ഞർ ലോകവേദികളിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തി. ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയും അതീവ ജാഗ്രതയിലായിരുന്നു. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചു. സൈന്യത്തിന് പൂർണ്ണ പിന്തുണയുമായി 140 കോടി ജനങ്ങൾ അണിനിരന്നു. ഭാരതത്തിന്റെ ഐക്യം ശത്രുവിന് നൽകിയ ഏറ്റവും വലിയ താക്കീതായിരുന്നു. ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യ കാണിച്ച ഈ ഇച്ഛാശക്തിയാണ് പിന്നീട് പാകിസ്ഥാനെ വെടിനിർത്തലിന് പ്രേരിപ്പിച്ചത്. യുദ്ധത്തിന്റെ വക്കിൽ നിന്നും നമ്മുടെ രാജ്യം വിജയിയായി പുറത്തുവന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം കേവലം ആയുധഫലം കൊണ്ട് മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ സാങ്കേതിക മികവുകൊണ്ടുകൂടിയാണ് സാധ്യമായത്. പാകിസ്ഥാന്റെ പക്കലുള്ള അത്യാധുനികമായ റഡാർ സംവിധാനങ്ങളെ വെട്ടിക്കാൻ ഇന്ത്യ ഇലക്ട്രോണിക് വാർഫെയർ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചു. സുഖോയ് വിമാനങ്ങളിൽ ഘടിപ്പിച്ചിരുന്ന ജാമറുകൾ ശത്രുവിന്റെ കമ്മ്യൂണിക്കേഷൻ സിഗ്നലുകളെ പൂർണ്ണമായും തകർത്തു. ഇത് പാക് സൈനിക നിയന്ത്രണ കേന്ദ്രങ്ങളെ നിശബ്ദമാക്കുകയും അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തു. റാഫേൽ വിമാനങ്ങളിൽ ഉപയോഗിച്ച സ്കാൽപ് മിസൈലുകൾ ഈ ദൗത്യത്തിലെ വിനാശകാരിയായ ആയുധമായിരുന്നു. 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യത്തെപ്പോലും സെന്റിമീറ്റർ കൃത്യതയോടെ തകർക്കാൻ ഇതിനു കഴിഞ്ഞു. മലനിരകൾക്കിടയിലെ രഹസ്യ താവളങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തൊടുത്തുവിട്ട മിസൈലുകൾ ശത്രുവിന് പ്രതികരിക്കാൻ പോലും സമയം നൽകിയില്ല. രാത്രിയുടെ മറവിൽ നടത്തിയ ഈ നീക്കം ഇന്ത്യയുടെ കൃത്യതയാർന്ന സൈനിക ആസൂത്രണത്തിന്റെ തെളിവായിരുന്നു. ഇതോടൊപ്പം തന്നെ ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ച ഉപഗ്രഹ വിദ്യകളും ദൗത്യത്തിൽ നിർണായകമായി. ജിസാറ്റ് ഉപഗ്രഹങ്ങൾ വഴി ലഭിച്ച തത്സമയ ചിത്രങ്ങൾ ഭീകരരുടെ നീക്കങ്ങൾ ഓരോ നിമിഷവും സൈനിക കമാൻഡർമാർക്ക് എത്തിച്ചു നൽകി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ടാർഗറ്റിംഗ് സംവിധാനം സിവിലിയൻ മേഖലകളെ ഒഴിവാക്കാനും ഭീകര കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വയ്ക്കാനും സഹായിച്ചു. സാങ്കേതികവിദ്യ യുദ്ധക്കളത്തിൽ എങ്ങനെ മുൻതൂക്കം നൽകുമെന്ന് ഇന്ത്യ തെളിയിച്ചു. പാകിസ്ഥാന്റെ സൈബർ വിങ്ങും ഈ സമയത്ത് സജീവമായിരുന്നു. ഇന്ത്യയുടെ പ്രധാന വെബ്സൈറ്റുകളും ഇൻഫ്രാസ്ട്രക്ചറും ഹാക്ക് ചെയ്യാൻ അവർ ശ്രമിച്ചെങ്കിലും ഇന്ത്യയുടെ സൈബർ സെക്യൂരിറ്റി വിഭാഗം അത് ഫലപ്രദമായി തടഞ്ഞു. ശത്രുവിന്റെ പ്രൊപ്പഗൻഡ മെഷീനുകൾക്ക് ഇന്ത്യ ഡിജിറ്റൽ മറുപടി നൽകി. സാങ്കേതിക മേഖലയിലെ ഈ മുൻതൂക്കം യുദ്ധക്കളത്തിൽ ഇന്ത്യയുടെ കരുത്തു വർദ്ധിപ്പിച്ചു. ആധുനിക യുദ്ധമുറകളിൽ ഇന്ത്യ കൈവരിച്ച സ്വയം പര്യാപ്തത ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വെളിപ്പെട്ടു. വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ സ്വന്തം സോഫ്റ്റ്വെയറുകളും സാങ്കേതികവിദ്യയും ഉപയോഗിച്ചാണ് ഇന്ത്യ ശത്രുവിനെ നേരിട്ടത്. ഇത് ശത്രുവിന്റെ ഇന്റലിജൻസ് സംവിധാനങ്ങളെ അന്ധരാക്കി.
ഭാരതത്തിന്റെ ഈ ടെക്നിക്കൽ വിജയം ലോകരാജ്യങ്ങളുടെ ഇടയിൽ സൈനിക തലത്തിൽ ഇന്ത്യയുടെ മൂല്യം വർദ്ധിപ്പിച്ചു. സൈനിക നീക്കം നടക്കുന്നതിനോടൊപ്പം തന്നെ ഡൽഹിയിൽ നയതന്ത്ര യുദ്ധവും കൊടുമ്പിരിക്കൊണ്ടിരുന്നു. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ലോകത്തെ പ്രധാന രാജ്യങ്ങളിലെ തലവന്മാരുമായി നിരന്തരം ബന്ധപ്പെട്ടു. പഹൽഗാം ആക്രമണത്തിന്റെ തെളിവുകളും ഭീകരർക്ക് പാകിസ്ഥാൻ നൽകുന്ന സഹായങ്ങളും ഓരോ രാജ്യത്തിനും കൈമാറി. ഇത് ഒരു രാജ്യത്തിനെതിരായുള്ള ആക്രമണമല്ല, മറിച്ച് ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയുടെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ അംഗീകരിച്ചു. ചൈന പാകിസ്ഥാനെ പിന്തുണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യ നൽകിയ കൃത്യമായ തെളിവുകൾക്ക് മുന്നിൽ അവർക്ക് നിശബ്ദരാകേണ്ടി വന്നു. യുണൈറ്റഡ് നേഷൻസിൽ പാകിസ്ഥാൻ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയെങ്കിലും ഇന്ത്യയുടെ നയതന്ത്ര വിജയം അവയെല്ലാം വിഫലമാക്കി. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഭീകരതയെ പോഷിപ്പിക്കുന്ന പാക് നിലപാടിനെ അപലപിച്ചു. ഇന്ത്യൻ പ്രവാസി സമൂഹം ലോകത്തെമ്പാടും ഇന്ത്യയുടെ ശബ്ദമായി മാറി. ലണ്ടനിലെയും ന്യൂയോർക്കിലെയും പ്രതിഷേധങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി വേണമെന്ന ആവശ്യം ആഗോളതലത്തിൽ ഉയർന്നു. ഈ ജനകീയ പിന്തുണ ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾക്ക് കൂടുതൽ കരുത്തു നൽകി. സോഷ്യൽ മീഡിയയിലൂടെ പാകിസ്ഥാൻ പടച്ചുവിട്ട നുണപ്രചരണങ്ങളെ ഓരോ ഭാരതീയനും പ്രതിരോധിച്ചു. ശത്രുവിന്റെ ചാനലുകൾ പടച്ചുവിട്ട ഭീതിയെ ഇന്ത്യക്കാർ തമാശയോടെ നേരിട്ടു. ഈ മനക്കരുത്ത് ശത്രുവിനെ അമ്പരപ്പിച്ചു. ഒരു ജനതയെ തോൽപ്പിക്കാൻ ആയുധങ്ങൾ കൊണ്ട് മാത്രം കഴിയില്ലെന്ന് പാകിസ്ഥാൻ സൈന്യം മനസ്സിലാക്കി. ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു സൈനിക നീക്കമായിരുന്നില്ല, മറിച്ച് ഭാരതത്തിന്റെ ആത്മാവിനുണ്ടായ മുറിവിനുള്ള ശമനമായിരുന്നു. പഹൽഗാമിലെ മഞ്ഞിലന്ന് ചിതറിയത് കേവലം ചോരയായിരുന്നില്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനമായിരുന്നു. ആ മുറിവിനെ അതിജീവിച്ച് ശത്രുവിന്റെ ഗുഹയ്ക്കകത്ത് കയറി പ്രഹരിക്കാൻ കണിച്ച ആർജവം ഭാരതത്തിന്റെ സൈനിക ചരിത്രത്തിലെ സുവർണ അധ്യായമായി എന്നും ഓർമ്മിക്കപ്പെടും. ഈ ദൗത്യം അവസാനിക്കുമ്പോൾ കാശ്മീരിലെ താഴ്വരകളിൽ വീണ്ടും വസന്തം വിരിയുകയാണ്. അത് സമാധാനത്തിന്റെ വസന്തമാണ്. ഭീകരതയ്ക്ക് പണവും ആയുധവും നൽകുന്നവർക്ക് ഓപ്പറേഷൻ സിന്ദൂർ ഒരു നിത്യമായ താക്കീതാണ്. ഭാരതത്തിന്റെ ക്ഷമയെ ബലഹീനതയായി കണ്ടവർക്ക് ലഭിച്ച ഈ പ്രഹരം അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ അന്ത്യം കുറിച്ചു. ഐസിസിനും ലഷ്കറിനും ഇനി കാശ്മീരിലെ മണ്ണിൽ ഇടമില്ലെന്ന് ലോകം ഉറപ്പിച്ചു. ഓരോ ഭാരതീയന്റെയും ഉള്ളിൽ ഈ വിജയം വലിയൊരാത്മവിശ്വാസം നിറച്ചു. സമാധാനം ലംഘിക്കപ്പെട്ടാൽ അതിന് നൽകുന്ന മറുപടി ഇത്രമേൽ ഭയാനകമായിരിക്കുമെന്ന് ശത്രുവിന്ന് ഭയപ്പെടുന്നു. കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെയും മറ്റ് 25 പേരുടെയും ഓർമ്മകൾക്ക് മുന്നിൽ ഒരു രാജ്യം നീതി നടപ്പിലാക്കി ശിരസ്സു നമിക്കുന്നു. പഹൽഗാമിൽ മായ്ക്കപ്പെട്ട ആ സിന്ദൂരങ്ങൾക്ക് പകരം ശത്രുവിന്റെ താവളങ്ങൾ ചാരമായി മാറി. ഈ ചരിത്രം വരും തലമുറകൾക്ക് ഒരു പാഠമാണ്. ഭാരതം ആരെയും ആദ്യം ആക്രമിക്കില്ല, പക്ഷേ ആക്രമിക്കപ്പെട്ടാൽ ആരെയും വെറുതെ വിടുകയുമില്ല. നമ്മുടെ വീരസൈനികരുടെ ചോരയും വിയർപ്പുമാണ് ഈ രാജ്യത്തിന്റെ അതിർത്തികൾക്ക് കാവലായിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിക്കുന്നത് വിജയത്തിന്റെ ആഘോഷങ്ങളോടെ മാത്രമല്ല, മറിച്ച് ജാഗ്രതയുടെ വലിയൊരു സന്ദേശത്തോടെയാണ്. ഭീകരവാദത്തിന്റെ ഇരുണ്ട ശക്തികൾ ഇനിയും ഒളിഞ്ഞിരിക്കുന്നുണ്ടാകാം, എന്നാൽ അവരെയെല്ലാം തിരിച്ചറിയാനും തകർക്കാനും പുതിയ ഭാരതം സജ്ജമാണ്. സാങ്കേതികവിദ്യയിലും സൈനിക കരുത്തിലും ഐക്യത്തിലും ഭാരതമിന്ന് ലോകത്തിനു മാതൃകയാണ്. നാം സുരക്ഷിതരാണ്, കാരണം നമ്മുടെ രാജ്യം ഉണർന്നിരിക്കുകയാണ്. ചരിത്രം സാക്ഷിയാണ്. ഭാരതം ഒരിക്കലും അധിനിവേശത്തിന്റെ പാത സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഞങ്ങളുടെ മണ്ണിലെ സമാധാനം കെടുത്താൻ വരുന്നവർക്ക് മടക്കയാത്രയുണ്ടാകില്ല എന്ന പ്രഖ്യാപനമാണ് ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാമിലെ ആ ചുവന്ന മണ്ണിൽ നിന്നും ഉയർത്തെഴുന്നേറ്റത് ഒരു പുതിയ ഭാരതമാണ്. പൗരന്മാരുടെ ജീവന് വില കൽപ്പിക്കുന്ന, ശത്രുവിന്റെ താവളങ്ങളിൽ കയറി പ്രഹരിക്കാൻ ശേഷിയുള്ള ആത്മവിശ്വാസമുള്ള ഭാരതം. ഈ പോരാട്ടം അവസാനിക്കുന്നില്ല. ഭീകരതയുടെ വിത്തുകൾ ഈ മണ്ണിൽ ഇനി മുളയ്ക്കില്ലെന്നുറപ്പാക്കും വരെ നമ്മുടെ സൈനികർ കാവലുണ്ടാകും. മായ്ക്കപ്പെട്ട ഓരോ സിന്ദൂരത്തിനും പകരം ചോദിച്ച ഈ ധീരതയ്ക്ക് മുന്നിൽ നമുക്ക് ശിരസ്സു നമിക്കാം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമോ? മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.